.NET കോറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രോജക്റ്റ് ഫയലിനെ പറ്റിയും ലോഞ്ച് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഫയലിനെ പറ്റിയാണ്. ഓക്കെ, നമുക്ക് നമ്മളുടെ പ്രോജക്റ്റ് ഫയലിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇത് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് ആണ്. ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് ആണ്. നമുക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഇപ്പം പ്രോജക്റ്റ് റൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഒരു ഡീഫാൾട്ട് ടെംപ്ലേറ്റ് .NET കോർ തന്നെ നമുക്ക് തരുന്നുണ്ട്. അത് ഒരു വെൽക്കം പേജും നമുക്ക് 2 ടാബും ഉണ്ട്. ഹോമും പ്രൈവസി സെറ്റിങ്ങും എന്ന് പറഞ്ഞ 2 ടാബുമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീഫാൾട്ട് പേജസ്. ഇത് .NET കോറിനകത്ത് നമ്മളൊരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ .NET കോറിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള പേജസ് ആണിത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോജക്റ്റിൻ്റെ നമ്മളുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് ഒരു സൊല്യൂഷൻ ഫയൽ കാണാം. ഇത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ആ സൊല്യൂഷൻ അഗൻസ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നിലധികം പ്രോജക്ട്സ് നമുക്ക് ഈ സൊല്യൂഷൻ അഗൻസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ പ്രോജക്റ്റ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് എഡിറ്റ് പ്രോജക്റ്റ് കൊടുത്താലും മതി. ഓക്കെ, നമുക്കിവിടെ ഇപ്പം നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഫയൽ നമുക്കിവിടെ ഓപ്പൺ ആവും. ഇപ്പം പഴയ .NET കോർ വേർഷനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. അതിൽ മെയിനായിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളുടെ ടാർഗറ്റ് ഫ്രെയിംവർക്ക്. നമ്മൾ .NET 8 നമ്മൾ ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള പ്രോപ്പർട്ടീസിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോജക്റ്റ് ഫയലിൻ്റെ സ്ട്രക്ചർ. അപ്പം മെയിനായിട്ട് ഇതിനകത്തുള്ളത് ടാർഗറ്റ് ഫ്രെയിംവർക്കാണ്. അത് ഏത് വേർഷൻ ആണെന്നുള്ളത് നമ്മളിപ്പോൾ 6 ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് .NET 6 എന്നായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ, .NET 6 ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിക്വയർമെൻറ്റ് വരികയാണ്, നിങ്ങൾക്ക് ആ .NET 6നെ .NET 8 മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പ്രോജക്റ്റ് ഫയലിൽ വന്നിട്ട് .NET 6 എന്നുള്ളത് .NET 8 കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പം മിക്കവാറും ഉള്ള പ്രോബ്ലംസ് എല്ലാം അത് സോൾവ് ആയിട്ട് അത് ഓട്ടോമാറ്റിക്കലി മൈഗ്രേറ്റ് ചെയ്യും. പിന്നീട് എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഫയൽസ് ഉണ്ടെങ്കിൽ അത് ആ ബഗ്സ് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടാൽ മതി. അപ്പം .NET കോറിൻ്റെ ഒരു വേർഷനിൽ നിന്ന് വേറൊരു വേർഷനകത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് വലിയ ഒരു ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. നമുക്ക് ഈ പ്രോജക്റ്റ് ഫയൽ വന്നിട്ട് നമ്മൾ .NETൻ്റെ വേർഷൻ മാറ്റി കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അടുത്ത ഫയല് നമുക്ക് ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറുണ്ട്. അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന പാക്കേജസ്, നമ്മൾ ഏതെങ്കിലും പുതിയ പാക്കേജസ് ആഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്ന ഫോൾഡറിന് അഗൻസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം പ്രത്യേകിച്ച് ഡിപ്പെൻഡൻസീസ് DLLs ഒന്നും തന്നെ അവൈലബിൾ അല്ല. ഇനി അടുത്ത ഫോൾഡർ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസിന് അഗൻസ്റ്റ് ആണ് നമുക്ക് ലാൻഡ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു JSON ഫയൽ ഉള്ളത്. അപ്പോൾ ഈ ലാൻഡ് സെറ്റിങ്ങിനകത്ത് നമ്മൾ കുറച്ച് സെറ്റിങ്സ് ആണ് കുറച്ച് JSON ഫോർമാറ്റിൽ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ വിൻഡോസ് ഓതൻറ്റിക്കേഷൻ, അനോണിമസ് ഓതൻറ്റിക്കേഷൻ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ലോഞ്ച് സെറ്റിങ്ങിനകത്താണ്. അതുപോലെ തന്നെ നമ്മൾ പ്രൊഫൈൽസ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഇതിനകത്താണ്. അതായത് ഇപ്പം HTTP വെച്ചിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ പ്രൊഫൈൽസ് എന്ന് പറയുന്നത് HTTPS, HTTP, IS Express ഇങ്ങനെ കുറച്ച് പ്രൊഫൈൽസ് ഉണ്ടാവും. അപ്പം HTTPS ആണ് റൺ ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും എടുക്കുന്നത് ഈ ഒരു URL ആയിരിക്കും. ലോക്കൽ ഹോസ്റ്റ് 7097 എന്ന് പറഞ്ഞ പോർട്ടായിരിക്കും അത് എടുക്കുന്നത്. ഇപ്പം നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പം HTTPS ആണ്, അപ്പം ഈ URL ആയിരിക്കും അത് കോൾ ആവുന്നത്. HTTP ആണെങ്കിൽ ഈ URL ആയിരിക്കും. നമ്മൾ IIS Express ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അടുത്ത ഇതിൻ്റെ വെച്ചിട്ടുള്ളതായിരിക്കും, ആ സെക്ഷൻ വെച്ചിട്ടുള്ള സെറ്റിങ്സ് ആയിരിക്കും വരിക. ഞാനിപ്പോൾ HTTPS ആണ് കൊടുത്തേക്കുന്നത്. അപ്പം HTTPS വെച്ചിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 7097 എന്ന് പറയുന്ന പോർട്ട് നമ്പറാണ് ഇപ്പം വന്നേക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ പോർട്ട് നമ്പർ മാറ്റിയിട്ട് എനിക്ക് വേറൊരു പോർട്ട് നമ്പർ കൊടുക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ പോർട്ട് നമ്പർ ആയിരിക്കും HTTPSനകത്ത് റൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 7007 അത് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ട് ആ പോർട്ട് നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അത് കണക്ക് തന്നെ ഇതിനകത്തൊരു ഓപ്ഷൻ ഉള്ളത് എൻവയോൺമെൻറ്റ് വേരിയബിൾ
നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പം ഡെവലപ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം സാധാരണയായിട്ട് നമുക്ക് ഡിഫറെന്റ് എൻവയൺമെന്റ് ഉണ്ടാവും. എന്താണ് എൻവയൺമെന്റ്? നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യുന്ന എൻവയൺമെന്റ് ആണ് ഡെവലപ്മെന്റ് എൻവയൺമെന്റ്. നമ്മൾ ഡെവലപ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യു എക്കകത്ത് ഡിപ്ലോയ് ചെയ്യുമ്പോൾ നമുക്ക് ക്യു എന്ന് പറയുന്നൊരു എൻവയൺമെന്റ് ഉണ്ടാവും. ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു എൻവയൺമെന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് യു എ ടി ടെസ്റ്റിങ്ങിന് പോകുമ്പോൾ യു എ ടി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എൻവയൺമെന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊഡക്ഷനിലോട്ട് ഇട്ട് കഴിയുമ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു അങ്ങനെ ഡിഫറെന്റ് എൻവയൺമെന്റ് ഉണ്ടാവും നമ്മളുടെ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ. അപ്പോൾ എന്ത് ഡെവലപ്മെന്റ് എൻവയൺമെന്റ് ആണെന്നുള്ളത് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചില ഡെവലപ്മെന്റ് എൻവയൺമെന്റിൽ മാത്രം എനിക്ക് കാണേണ്ട ചില സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് നമ്മുടെ കോഡിനകത്ത് ഇത് ഏത് എൻവയൺമെന്റുകൾ ഡെവലപ്മെന്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കോഡ് ചേഞ്ചസ് നമുക്ക് കോഡിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് പല രീതിയിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻവയൺമെന്റ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ എൻവയൺമെന്റ് ആണെങ്കിൽ ചില കേസസിൽ ചില കാര്യങ്ങൾ നമുക്ക് പ്രൊഡക്ഷൻ എൻവയൺമെന്റിൽ എനേബിൾ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പം ആ കേസസിൽ നമുക്ക് പ്രൊഡക്ഷൻ എൻവയൺമെന്റ് വെച്ചിട്ട് നമുക്ക് അത്തരം കണ്ടീഷൻസ് നമുക്ക് നമ്മുടെ കോഡിൽ തന്നെ എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ലോഞ്ച് സെറ്റിങ്ങിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള സെറ്റിങ്സ്.